ഇന്ന് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ക്രിസ്തു എന്നതാണ്. യേശു ക്രിസ്തു എന്ന ആ വ്യക്തിത്വം മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ അതീതമായ കാര്യമാണ്, ദുർഗ്രാഹ്യമായ കാര്യമാണ്. സമ്പൂർണമായി മനുഷ്യൻ വിവരിപ്പാൻ കഴിയുന്നതിനേക്കാൾ അഗാധമായ അത്യുന്നതമായ വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവിൻ്റേത്. യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു, അപ്പോൾ തന്നെ പൂർണ്ണ ദൈവമായിരുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-7 വചനം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അല്ലെ, അവസാനത്തെ ഭാഗം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ഭൂമിയിൽ വന്നപ്പോൾ യേശുവിനെ ശരിക്കും മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ ക്രൂശിക്കയില്ലായിരുന്നു. യേശു തേജസ്സിന്റെ കർത്താവാണ്. യേശു തന്റെ മുഴുവൻ മഹത്വവും വെളിപ്പെടുത്തിയ 3 സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ഒന്ന് മറുരൂപമലയിലാണ്. മറുരൂപമലയിൽ വെച്ച് യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയുന്നതിനേക്കാൾ അതീവ വെണ്മയുള്ളതായി മാറി. രണ്ടാമത്തെ സംഭവം പൗലോസിന് ലഭിച്ച സന്ദർശനമാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെട്ടത്തെ കവിയുന്ന ഒരു പ്രകാശം ശൗലിനെ ചുറ്റിമിന്നി അവൻ താഴെ വീണു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സംഭവം പത്മോസ് ദ്വീപിൽ യോഹന്നാന് ലഭിക്കുന്ന ആ വെളിപ്പാടാണ്. ആ കർത്താവിന്റെ തേജസാർന്ന ദർശനം കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് യേശുവിന്റെ യഥാർത്ഥ രൂപം. പക്ഷെ ഭൂമിയിൽ അവൻ വന്നത്, വചനം നോക്കിക്കട്ടെ, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. യേശുവിന്റെ മനുഷ്യത്വത്തിനുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ, ഒന്ന്, അവൻ ജഡാവതാരം സ്വീകരിച്ചു ഭൂമിയിൽ വന്നു എന്നുള്ളതാണ്. യേശുവിന്റെ അസ്തിത്വം ഭൂമിയിൽ വന്നപ്പോഴല്ല ഉള്ളത്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്, 2000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴാണോ? അല്ല. യോഹന്നാൻ 17 വായിക്കുന്നു, പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പോൾ അനാദിയായിരുന്ന കർത്താവ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുമ്പോൾ അവൻ ഒരു ജഡം സ്വീകരിച്ച് ഇവിടെ വന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത് വചനം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആരാണ് വചനം? 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവിടെ പറയുന്ന അവൻ ആരാണ്? തൊട്ട് മുകളിലും താഴെയും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 15-ാമത്തെ വാക്യം, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാമാലികത്തിൽ നടക്കേണ്ടത്. ജീവനുള്ള ദൈവം. 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലുതായിരിക്കുന്നു. ദൈവഭക്തിയുടെ മർമ്മം. ഇനി 16-ാം വാക്യം ഒന്നുകൂടെ നോക്കിക്കൊള്ളൂ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് വായിക്കുന്നത് അവൻ എന്നല്ല, God was manifested in the flesh. God, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. യോഹന്നാൻ പറഞ്ഞ എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുമായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ജഡാവതാരം എന്നുള്ളതിന് ഇൻകാർനേഷൻ എന്ന പദമാണ്. യേശു ക്രിസ്തു ഒരു മനുഷ്യ വേഷത്തിൽ ഭൂമിയിൽ വന്നു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. എന്തിനാണ് യേശു ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നത്? കാരണം മനുഷ്യനാണ് പാപികളായി തീർന്നത്.
മനുഷ്യരെയാണ് രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ വന്നവൻ സകലത്തിലും മനുഷ്യരോട് സാദൃശ്യനാകേണ്ടി വന്നു. ഇബ്രായലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവനവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. യേശു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. നിങ്ങൾ നോക്കൂ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അക്കാര്യം ശിഷ്യന്മാരോട് പോയി പറയാൻ ചുമതലപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറവീൻ. അപ്പൊ അതൊന്ന് നോക്കിയേ, സകലത്തിലും സഹോദരന്മാരോട് സദൃശ്യനാകാൻ ആവശ്യമായിരുന്നു. 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി അതാണ് വിഷയം. മക്കൾ അതോ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. യേശുവിന്റെ കാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രത്യേക പഠിപ്പിക്കലാണ് ജ്ഞാനമതം എന്നുള്ളത്. ഗ്നോസ്റ്റിസിസം എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായിട്ട് വരാൻ പറ്റത്തില്ല. പിന്നെ യേശു വന്നു എന്ന് പറയുന്നത് ഒരു മായാവിയായിട്ടാണ്. അല്ലാതെ യേശുവിന് മാനുഷികമായ ശരീരമൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ദൈവമല്ലേ? പക്ഷെ തിരുവെഴുത്ത് നോക്കിക്കേ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മാനുഷികമായി എല്ലാവിധ വിചാര വികാരങ്ങളും ഉള്ളവനായിട്ടാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്. അപ്പോൾ തന്നെ ഇബ്രായലേഖനത്തിൽ എടുത്തു പറയുന്നു, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി അവൻ പരീക്ഷിക്കപ്പെട്ടു. യേശു ഭൂമിയിലായിരുന്നപ്പോ ഒരു മനുഷ്യനെ പോലെയാണ് യേശു ജീവിച്ചത്. ഒരു മനുഷ്യനായിട്ടാണ് ബെത്ലഹേമിൽ ജനിച്ചത്. മനുഷ്യനായിട്ടാണ് യേശു വളർന്നത്. ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. യേശുവിന്റെ മാനുഷികമായ അവസ്ഥകൾ നോക്കണം. അവൻ ഒരിക്കൽ വിശന്നിട്ട് അത്തിയെ നോക്കി. അവന് വിശന്നു. 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ വന്നിട്ട്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പമാക്കാൻ പറഞ്ഞു. യേശുവിന് വിശന്നു. മനുഷ്യർക്കുള്ളതുപോലെ യേശുവിന് ദാഹമുണ്ടായി. സുഖാർ എന്ന ആ പട്ടണത്തിലൂടെ ശമരിയിലൂടെ കടന്നു പോകുമ്പോൾ വഴി നടന്ന് അവൻ ക്ഷീണിച്ചു. ഒരു ഉറവയുടെ അരികെ ഇരുന്നു. ശമര്യക്കാരി സ്ത്രീയോട് യേശു കുടിപ്പാൻ ചോദിക്കുന്നു. അവന് ദാഹിക്കുന്നു. ക്രൂശിൽ വെച്ചുള്ള യേശുവിന്റെ ഒരു മൊഴി എന്തായിരുന്നു? എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു. യേശു ഉറങ്ങി. എവിടെയാ ഉറങ്ങിയത്? പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ കരഞ്ഞു. 2 പ്രാവശ്യം യേശു കരഞ്ഞതായിട്ട് തിരുവെഴുത്തിലുണ്ട്. ഒന്ന്, ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ച് അവൻ ഉള്ളം നൊന്ത് കരഞ്ഞു. അവിടെ വന്നവരെ കുറിച്ച് വായിക്കുന്നത് കൂലിക്ക് കരയുന്നവർ, അവരോട് കൂടെ ഇരുന്ന് കരയുന്നവർ. പക്ഷെ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ഉള്ളം നൊന്ത് കരഞ്ഞു. കരയുന്നവരോടുകൂടെ കരയുന്നവൻ. ഗത്സമനയിൽ വെച്ച് ആ മനുഷ്യവർഗത്തിന്റെ പാപഭാരം മുഴുവൻ തന്റെ മേൽ ചുമത്തിയപ്പോൾ അവിടെ വെച്ച് യേശു മരിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇബ്രായലേഖനത്തിൽ വായിക്കുകയാണ്, യേശുവും തന്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. മനുഷ്യരുടെ തനിക്ക് നേരെയുള്ള ഗൂഢാലോചനകൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ യേശുവിന്റെ മനസ്സ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചപ്പോൾ അവന്റെ മനസ്സിന് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും ഇരുന്നു എന്നാണ് യെശയ്യാ 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മാനസിക വ്യഥ യേശു അനുഭവിച്ചിട്ടുണ്ട്. യേശു ആനന്ദിച്ചു. ആ നാഴികയിൽ അവൻ ആത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. അവൻ രോഗം ശീലിച്ചവനായിരുന്നു, വേദനകൾ അനുഭവിച്ചവനാണ്,
കഷ്ടതകൾ അനുഭവിച്ചവനാണ്. എല്ലാ വിധത്തിലും പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് നാം ഒക്കെ കടന്നു പോകുന്ന ജീവിതത്തിലെ സംഘർഷങ്ങളും പ്രയാസങ്ങളും നന്നായി അറിയാവുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അവൻ ഭൂമിയിൽ ജനിച്ചത് ദാവീദിന്റെ പുത്രൻ എന്ന പേരിലാണ്. 2 തിമോഥെയോസ് 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷത്തിന്റെ രത്നച്ചുരുക്കം എന്താണ്? അതൊരു വ്യക്തിയാണ്, അതൊരു സന്ദേശമാണ്. ഇവിടെ ഞാൻ ആ വ്യക്തിത്വത്തെ കുറിച്ച് മാത്രം പറയുകയാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. എന്തുകൊണ്ടാണ് യേശുവിനെ ദാവീദിന്റെ സന്തതി എന്ന് പറയുന്നത്? യേശുവിന്റെ വംശാവലിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണത്. മത്തായി സുവിശേഷം 1:1 വായിച്ചാട്ടെ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇവിടെ ജീവിച്ചവനാണവൻ, അല്ലാതെ അങ്ങേ ലോകത്ത് മാത്രം വസിച്ചവനല്ല. ഇവിടെ വന്ന് മനുഷ്യരുടെ വംശാവലിയിൽ ഉൾപ്പെട്ടവനായി അവനിവിടെ ജീവിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തില് അവരുടെ കാർന്നവർന്നറിയപ്പെടുന്ന യഹൂദജനത്തിന്റെ പിതാവെന്ന് വിവക്ഷിക്കുന്ന അബ്രഹാം, അവരുടെ ഏറ്റവും മികച്ച രാജാവായിരുന്ന ദാവീദ്, അവരെ രണ്ടുപേരെയും കോർത്തിണക്കിയിട്ട് യേശുവിന്റെ കാര്യം പറയുകയാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. വംശാവലി പറയാൻ കാരണം എന്താണ്? എസ്രായുടെ പുസ്തകം 2:62 ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടു കിട്ടിയില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കി കളഞ്ഞു. ബെർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് യഹൂദരായി ജീവിച്ച ഒരു പറ്റം ആളുകൾ, പക്ഷേ യസ്രയുടെ കാലത്ത് ജനത്തെ ഒരു ശുദ്ധീകരണത്തിലേക്കും ഉണർവിലേക്കും നയിക്കുമ്പോൾ കുടുംബമായിട്ടെടുത്തു നോക്കി വംശാവലി രേഖ, ജീനിയോളജി ഉണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു കുടുംബത്തെ കിട്ടി. അവരോട് പറഞ്ഞു, നിങ്ങളുടെ വംശാവലി രേഖ കൊണ്ടുവരാൻ. ഇന്നും യഹൂദന്മാർ വംശാവലി രേഖ സൂക്ഷിക്കുന്നുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വംശാവലി രേഖ ഒരു പ്രധാനപ്പെട്ടതാണ്. കാരണം ശുദ്ധരക്തമുള്ള കുടുംബത്തിൽ മാത്രമേ ദൈവസാന്നിധ്യം ആവസിക്കുകയുള്ളൂ എന്നും അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്നായിരിക്കും മശിഹ വരുന്നത് എന്നും യഹൂദൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ വംശാവലി രേഖ ഇത്ര കൃത്യമായി പാലിക്കുന്നത്. പക്ഷേ യേശുവിന് ഒരു വംശാവലി ഉണ്ടായിരുന്നു. എബ്രായ ലേഖനം 7:3 അവന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, വംശാവലിയില്ല എന്ന് പറയുന്നുണ്ട്. അത് യേശുവിന്റെ നിത്യാസ്തിത്വവുമായി ബന്ധപ്പെട്ട, യേശുവിന്റെ ദൈവികതയുമായി ബന്ധപ്പെട്ടാണ്. ദൈവത്തിന് പിതാവില്ല. 4 സുവിശേഷങ്ങൾ യേശുവിന്റെ 4 വിധ ഭാവങ്ങളെ അവതരിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ രാജാവായിട്ട് അവതരിപ്പിക്കുന്നു. ആ സുവിശേഷത്തിന്റെ ആരംഭ ഭാഗത്ത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ വരികയാണ്. ലോകത്തിൽ ഇന്ന് വരെ ആരും രാജാവായി ജനിച്ചിട്ടില്ല. രാജാവിന്റെ മകനായി ജനിച്ചിട്ടുണ്ടാവാം, പക്ഷെ യേശു ജനിച്ചത് രാജാവായിട്ടാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നു. മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് വംശാവലി കാണാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അക്കാലത്ത് അടിമകളുടെ വംശാവലി എഴുതാറില്ല. ആ സുവിശേഷത്തിൽ യേശുവിനെ ദാസനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അടിമയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഇന്നാരുടെ മോനാണെന്നൊന്നും പറയാൻ ഇല്ല. ലൂക്കോസ് സുവിശേഷത്തിൽ വംശാവലിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ മാനുഷികമായ ഭാവങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ യേശുവിൽ നിന്ന് പുറകിലേക്ക് പോയി മറിയിൽ ചെന്ന് അവസാനിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ അത് കുറെ കൂടെ പുറകിലേക്ക് പോവുകയാണ്. ആദാമിൽ ചെന്നാണ് അവസാനിക്കുന്നത്. ലൂക്കോസ് 3:38 നോക്കിക്കേ. കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. 2 ആദാമുകളെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ആദ്യത്തെ ആദാം. ആദ്യത്തെ ആദാമിന്റെ ലംഘന നിമിത്തം ആദാമ്യ കുലത്തിൽ പിറന്ന എല്ലാവരും പാപികളായി തീർന്നു. അവൻ ഭൂതലത്തിൽ അങ്ങ് കുടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. രണ്ടാമത്തെ ആദാം, ഒടുക്കത്തെ ആദാം, അത് യേശുക്രിസ്തുവാണ്. ഏകന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ
എല്ലാവർക്കും നീതീകരണം വന്നു. അപ്പോൾ ആ വംശാവലിയിൽ പെട്ടവനാണെന്ന് തെളിയിക്കാൻ, മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷകനാണെന്ന് യേശു എന്ന് തെളിയിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദാമിലേക്ക് നീളുന്ന ഒരു വലിയ വംശാവലിയാണ് നമ്മൾ കാണുന്നത്. യേശു ഒരു ഐതിഹ്യമല്ല, യേശു ഒരു മിഥ്യ അല്ല. ഇവിടെ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ദൈവത്തിന് പിതാവില്ല, മാതാവില്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ 2 പദങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. 2, അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ അനുസരണമുള്ളവനായി തീർന്നു എന്ന വാക്കിന് നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അർത്ഥമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന വാക്ക് പറയുമ്പോൾ ആ പദത്തിന്റെ അർത്ഥം എത്ര വലുതെന്നറിയാമോ? 2 ആദാമുകളെയാണ് അവിടെ ഈ കാണിക്കുന്നത്. ആദ്യത്തെ ആദാമിന്റെ അനുസരണക്കേട് നിമിത്തം എല്ലാവരും പാപികളായി തീർന്നുവെങ്കിൽ, ഒടുക്കത്തെ ആദാമിന്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതീകരണം വന്നു. അതുകൊണ്ടാണ് അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുസരണക്കേടിന്റെ മക്കൾ എന്നാണ് മനുഷ്യരെ കുറിച്ച് വായിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അധിപതിയായവനെ അനുസരിച്ച് നടന്നു. എന്നാൽ യേശു അനുസരണമുള്ളവനായിരുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവൻ അനുസരണം പ്രാപിച്ച് തികഞ്ഞവനായിരുന്നു. രക്ഷാനായകനാണവൻ, ജീവനായകനാണവൻ, വിശ്വാസത്തിന്റെ നായകനാണവൻ. അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആ പദത്തിന്റെ അർത്ഥം ആദ്യത്തെ മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തമാണ് എല്ലാവരും പാപികളായി മാറിയത്. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു അനുസരിച്ചു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. യേശുവിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കിക്കേ. പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ക്രിസ്തുവിനെ നാം കാണുകയാണ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ക്രിസ്തു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ മറ്റൊരു ആവശ്യകത, നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീരണമെങ്കിൽ അവനൊരു മാനുഷികമായ ഭാവം വേണമായിരുന്നു. 1 തിമോഥെയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. പഴയമത്തിൽ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കാൻ ഒരാളില്ല എന്ന നിലവിളി നമുക്ക് കേൾക്കാൻ കഴിയും. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനുമില്ല. ഞങ്ങളെ ഇരുവരെയും, ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനും ഇല്ല. അടുത്തത് യോബിന്റെ പുസ്തകം 33-24 വാക്യം. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് ആയിരത്തിലൊരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവൻ അവങ്കൽ കൃപ വിചാരിച്ചു. കുഴിയിലിറങ്ങാതെ ഇവനെ രക്ഷിക്കണമേ, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. മനുഷ്യൻ കുഴിയിലിറങ്ങാതെ രക്ഷിക്കാൻ ഒരുത്തൻ വേണം, ഒരു മധ്യസ്ഥൻ വേണം. അവനൊരു മറുവിലയായി മരിക്കണം. ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ കിടയിൽ ഒരു മധ്യസ്ഥനും ഇല്ല എന്ന നിലവിളിക്ക് മറുപടി നാം ക്രൂശിൽ കാണുകയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ.
എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്തു. യേശു എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇരുപക്ഷത്തിനും നടുക്ക് നിൽക്കുന്ന ആളാണ് മധ്യസ്ഥൻ. ഒരു വഴക്കുണ്ടായി. ഇതിന്റെ മധ്യസ്ഥ പറയുന്ന വരുന്ന ആള് രണ്ടുപേരുടെ വശം കേൾക്കണം, രണ്ടുപേർക്കും സമ്മതനായിരിക്കണം. ഏതെങ്കിലും ഒരു പക്ഷം പറയുന്ന ഒരാളെ ഒരു മധ്യസ്ഥനാവൂല. രണ്ടു കൂട്ടർക്ക് സമ്മതനായിരിക്കണം, രണ്ടു കൂട്ടരുടെയും വിഷയം പരിഹരിപ്പാൻ പ്രാപ്തനുമായിരിക്കണം ഒരു മധ്യസ്ഥൻ. ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനില്ല. അങ്ങനത്തെ ഒരു മധ്യസ്ഥന് രണ്ടു കൂട്ടർക്കും വേണ്ടി സംസാരിക്കാൻ കഴിയുന്നവനായിരിക്കണം. ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കാൻ ദൈവമായ ക്രിസ്തുവിന് സാധിക്കും. ഇനി മനുഷ്യന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി വാദിക്കാൻ മനുഷ്യനായ ക്രിസ്തുവിന് സാധിക്കും. ഈ ചിന്ത മനസ്സിൽ വെച്ചുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി. അപ്പതം എത്ര വലുതാണ്! യേശു മരിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. യേശു മനുഷ്യനായി വിളങ്ങിയതിന്റെ കാരണങ്ങൾ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി മാറി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവൻ നമ്മുടെ ചാർച്ചക്കാരനായി തീർന്നു എന്നുള്ളതാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 48-49 വാക്യം. തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം, അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. ഒരു മനുഷ്യൻ പടു ദരിദ്രനായി മാറി. നമ്മുടെ ഭാഷയെ പറഞ്ഞ, ഇവിടുത്തെ ഭാഷയെ പറഞ്ഞാൽ പാപ്പരായി പ്രഖ്യാപിച്ചു. അപ്പൊ പാപ്പരായി പ്രഖ്യാപിച്ച ഒരു മനുഷ്യന് പൈസ കൊടുക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി ദരിദ്രനായി തീർന്നു. ദരിദ്രനായി തീർന്നവന് കടം കൊടുക്കാൻ പ്രാപ്തിയില്ലാതെ വരുമ്പോ അവനെ അടിമയായിട്ട് വിൽക്കും. ഒരടിമയുടെ അക്കാലത്തെ വില 30 വെള്ളിക്കാശായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിന്. ജ്യേഷ്ഠാനിയന്മാരുണ്ടല്ലോ അല്ലെ കുടുംബങ്ങളിൽ, അല്ലേ? 49-ാം വാക്യം. അവന്റെ പിതൃവ്യന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തൻ അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തി ഉണ്ടെങ്കിൽ തന്നെ താൻ വീണ്ടെടുക്കാം. അപ്പൊ വീണ്ടെടുപ്പ്, വീണ്ടും തിരിച്ചു വാങ്ങുന്നതിനെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയി, അതിനെ പിന്നെയും തിരിച്ചു വാങ്ങുന്നതിനെ എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. സ്വന്തം സഹോദരൻ ദരിദ്രനായി തീർന്നപ്പോൾ അവനെ അടിമയായി പിടിച്ചുകൊണ്ടുപോയപ്പോ ആ ഉടമസ്ഥന് മുതല് കൊടുക്കാൻ അവനില്ലാത്തത് കൊണ്ട് അവന്റെ സഹോദരൻ, പദം കണ്ടോ, അടുത്ത ചാർച്ചക്കാരൻ അവന് വേണ്ടി വില കൊടുത്ത് അവനെ വീണ്ടെടുക്കാം. രൂത്തിന്റെ പുസ്തകത്തിലെ പ്രമേയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ബോവസ് വീണ്ടെടുക്കുന്നു. വായിക്കാം രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പടിയന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ. നീ എന്റെ വീണ്ടെടുപ്പുകാരനല്ലയോ? മഹ്ളോന്റെ കില്യോന്റെ കുടുംബത്തിൽ പിറന്നവനാണ് ബോവസ്. അടുത്ത ചാർച്ചക്കാരനവനെ വീണ്ടെടുക്കാം. ബോവസിനേക്കാൾ കുറച്ചുകൂടെ അടുത്തൊരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവനെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ നടുവിൽ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളോട് പറയുക, ആ മഹ്ളോന്റെ കുടുംബത്തെ നീ വീണ്ടെടുക്കണം, അവന്റെ ഭാര്യയും കൂടെ നീ വീണ്ടെടുക്കണം. അതിൽ ജനിക്കുന്ന കുഞ്ഞ് ആ മഹ്ളോന്റെ മകനായിട്ട് കണക്കാക്കണം. നിനക്ക് വീണ്ടെടുക്കാൻ മനസ്സുണ്ടോ ഇല്ലയോ പറയണം. പറഞ്ഞു, എനിക്ക് മനസ്സില്ല. ആ വീണ്ടെടുപ്പുകാരൻ ഒഴിഞ്ഞു മാറിയപ്പോൾ, ഏറ്റവും അടുത്ത വീണ്ടെടുപ്പുകാരനായ ആ വീണ്ടെടുപ്പുകാരൻ ഒഴിഞ്ഞു മാറിയപ്പോൾ ബോവസ് പറയുന്നത്, നീ കഴിഞ്ഞാൽ പിന്നെ വീണ്ടെടുപ്പാനുള്ളത് ഞാൻ മാത്രമാകുന്നു. രൂത്തിന്റെ പുസ്തകം 4:4. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കാം, വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറക. നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. നീയാണ് വീണ്ടെടുക്കേണ്ടത്. നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ വീണ്ടെടുക്കാം. മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ വീണ്ടെടുപ്പുകാരനായി വരേണ്ടിയിരുന്നത് ന്യായപ്രമാണമായിരുന്നു. പക്ഷെ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനാണ്
ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അവൻ നമ്മുടെ വീണ്ടെടുപ്പായി മാറി. അവൻ നമ്മുടെ അടുത്ത ചർച്ചക്കാരനായി മാറി. അവൻ നമ്മുടെ സഹോദരനായി മാറി. അവൻ നമ്മുടെ സഹോദരനാണ്. യേശു നമ്മുടെ മൂത്ത സഹോദരനാണ്. വചനത്തിൽ വായിക്കാം. എബ്രായ ലേഖനം 2:11 വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. വീണ്ടെടുപ്പ് ദാരിദ്ര്യം മൂലം, കടം മൂലം നഷ്ടപ്പെട്ടു പോയത്, അടിമയായി വിൽക്കപ്പെട്ടത് അനുജനാണ്. ജ്യേഷ്ഠന് ആ നിരതദ്രവ്യം കൊടുത്തിട്ട്, മറുവില കൊടുത്തിട്ട് വീണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നു. അടുത്ത ചാർച്ചക്കാരന് യേശു നമുക്ക് വേണ്ടി ആ മുതൽ മുടക്കി. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. യേശു നമ്മുടെ മൂത്ത സഹോദരനാ. യോഹന്നാൻ 20:17 യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ, എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. കണ്ടോ, ക്രൂശിലൂടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചതിന് ശേഷം യേശു പറയാണ്, എന്റെ ശിഷ്യന്മാരോടൊന്നല്ല, അവരെന്റെ സഹോദരന്മാരാണ്. അവൻ നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായി മാറി. യേശു മനുഷ്യനായി വരേണ്ടിയിരുന്ന സാഹചര്യം, അവൻ സഹതാപമുള്ള ഒരു മഹാപുരോഹിതനാകാൻ വേണ്ടിയിട്ടാണ്. എബ്രായ ലേഖനം 2:18 താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. യേശു കരുണയുള്ള മഹാപുരോഹിതനായി നമ്മളോട് സഹതാപം കാണിപ്പാൻ പ്രാപ്തിയുള്ളവനായി ഇവിടെ ജീവിച്ചവനാണ്. നമ്മുടെ വേദനകൾ അറിഞ്ഞവനാണ്, രോഗങ്ങൾ ശീലിച്ചവനാണ്, മാനുഷികമായ എല്ലാവിധ അനുഭവങ്ങളും അവൻ അനുഭവിച്ചു. എബ്രായ ലേഖനം 4:15 വായിച്ചിട്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കേട്ടോ, അപ്പൊ രണ്ട് ഭാഗത്ത് എബ്രായ ലേഖനം 2:18 4:15 എടുത്തു പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. യേശു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അതിൻ്റെ അടുത്ത കാരണം, മനുഷ്യവർഗത്തിന് വേണ്ടി പ്രാശ്ചിത്തമായി മരിക്കണമായിരുന്നു. രക്തം മറുവിലയായി കൊടുക്കണം. ദൈവത്തിന്റെ നീതി വിളിച്ചു പറഞ്ഞു, പാപി ശിക്ഷിക്കപ്പെടണം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. പാപം നമ്മുടെ രക്തത്തിലാണ് കുടികൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവനിലാണ് പാപം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവൻ തന്നെ കൊടുക്കണം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം. പഴയ നിയമകാലത്ത് പാപത്തിന് പ്രാശ്ചിത്തമായി മൃഗങ്ങളെയാണ് അറുത്തു പോകുന്നത്. കാളകളെ കണ്ടിച്ചിരുന്നു, ആറ്റുകൊറ്റന്മാരെ അറുക്കുമായിരുന്നു. എന്നാൽ കാളകളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ പൂർണ്ണമായി പരിഹരിപ്പാൻ പ്രാപ്തിയില്ലാതെ വന്നപ്പോ ദൈവപുത്രനായ ക്രിസ്തു പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അവിടെ ഒരു പ്രത്യേക വാക്യമുണ്ട് എബ്രായ ലേഖനത്തില് 10:5 വായിച്ചേ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അതാണ് പദം. ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. യേശുവിനെ തിരുമേനി എന്ന് വിളിക്കാം. ഭൂമിയിൽ ആരെയും ആ പദം കൊണ്ട് വിളിക്കാൻ പറ്റില്ല, എന്നാൽ യേശുവിനെ വിളിക്കാം. കാരണം യേശുവിന്റെ മേനി ഭൂമിയിലെ മനുഷ്യരുടെ പോലുള്ള മേനിയാണെങ്കിലും പാപരഹിതമായ മേനിയായിരുന്നു. ഞാൻ ഭൂതലത്തിൽ വരുമ്പോൾ നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഒരുക്കപ്പെട്ട ശരീരം. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 99
46997525.